നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാം. അക്കൗണ്ടൻസിയിലെ +1 അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളത്. അപ്പോൾ ഇനി അത് ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് തിയറികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യണത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചാപ്റ്റർ എൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് നടത്താറുണ്ട്, എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെ എക്സാം നടത്താറ്, ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാവർക്കും ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നൽകി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ നിങ്ങൾ എഴുതുകയാണ് ചെയ്യാറ്. ഞാൻ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് തരുന്നത്. എല്ലാവർക്കും പലതരം ക്വസ്റ്റ്യൻ പേപ്പർ തരിക. ചിലത് ഭയങ്കര ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലത് വളരെ ടഫായിരിക്കും, ചിലത് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തന്ന് നിങ്ങൾ അതിൽ എക്സാമൊക്കെ എഴുതി നെക്സ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുക. ആ സമയത്ത് ഞാൻ പറയുകയാണ്, ഇയാൾക്കാണ് ഫുള്ള് ശരിയാക്കിയിട്ടുള്ളത്, ഫുള്ള് മാർക്ക് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഇയാളാണ് ഫസ്റ്റ് എന്ന് പറയണേ ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ, ടീച്ചർ എന്തെങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട്, ആ കുട്ടി വേണമെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ലേ എഴുതിയിട്ടുണ്ടാവുക, അതുകൊണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കുക, എനിക്ക് കിട്ടിയത് ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ലേ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോവില്ലേ, ടീച്ചർ ചെയ്തത് ഫെയർ അല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്തായിരിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നിങ്ങളിൽ നിന്ന് ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തലാണ് ഇതിൽ ചെയ്യേണ്ട ഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് പകരം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ക്വസ്റ്റ്യൻസ് പല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നതെങ്കിൽ നമുക്ക് അവരുടെ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ. ഇന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് ഏറ്റവും ഹൈ പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ഓർഗനൈസേഷൻ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ സെയിം ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അക്കൗണ്ടിങ് ഹാസ് എ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും റെഗുലേഷൻസിനെയും കുറിച്ചിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഗാപ്പ് എന്ന് പറയും. ക്ലിയർ ആയോ? നമുക്കിനി എന്താണ് ഗാപ്പ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. Generally accepted accounting principles are a set of accounting standards and guidelines used to ensure consistency, reliability and comparability in financial reporting. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു സാമ്പത്തിക റിപ്പോർട്ടിങ്ങിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഒരു ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തയ്യാറാക്കുന്ന സമയത്ത് അതിലുള്ള ഒരു കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ റിലയബിലിറ്റി, അതുപോലെ തന്നെ കമ്പാരബിലിറ്റി എന്നിവ എൻഷുർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒരു കൂട്ടത്തെ പൊതുവായി പറയുന്ന പേരാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കമ്പാരിസണോ, അതുപോലെ തന്നെ അതിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഇത് റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ആണോ എന്നൊന്നും നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ വീണ്ടും നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് എസംപ്ഷൻസ് ഓർ കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ, തേർഡ് വൺ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇനി ഈ 4 ഹെഡിൻ്റെയും അണ്ടറിൽ സബ് ഹെഡ്സ് വരുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം.
ഫസ്റ്റ് വണ്ണാണ് എസംഷൻസ് ഓർ കോൺസെപ്റ്റ്. അതിൽ വരുന്നതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഹെഡാണ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഹെഡ്സ് ആണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾസ്, വെരിഫിയബിൾ ഓർ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാച്ചിങ് കോൺസെപ്റ്റ്, ദെൻ ഫുള്ളി ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസ്, ഡ്യുവൽ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. തേർഡ് വൺ ആണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. അതിൻ്റെ അണ്ടറിലാണ് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, timeliness, substance over legal form. Then accounting standards issued by Accounting Standards Board, ഇന്ത്യൻ ഓർ ഇൻ്റർനാഷണൽ. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് എസംഷൻസ് ഓർ കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ കോൺസെപ്റ്റുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. Accounting entity concept: the business is treated as a separate entity from its owners or other business, meaning its financial transactions are distinct from those of its owners. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസ് മാനും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ബിസിനസ് വേറെയാണ്, അതുപോലെ തന്നെ ബിസിനസ് മാൻ വേറെയാണ്. രണ്ടും രണ്ടായി തന്നെയാണ് നമ്മളിവിടെ ബിസിനസ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ക്യാപിറ്റലിനെ കുറിച്ച് അറിയാമല്ലേ. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്നും ലൈബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ ബിസിനസ് അല്ലേ, ഞാനല്ലേ ആ ബിസിനസ്സിലേക്ക് പണം കൊടുത്തത്, അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ലൈബിലിറ്റി ആവുക? നമ്മുടെ പൈസ അല്ലേ, എൻ്റെ ബിസിനസ് അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ബിസിനസ് വേറെയാണ്, അതുപോലെ തന്നെ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓണർ വേറെയാണ്. അപ്പോൾ ഈ ഓണറാണ് ബിസിനസ്സിന് എന്ത് കൊടുക്കുന്നത്? മൂലധനമായിട്ട് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കുക, ബിസിനസ്സിന് എന്നും എന്താണ് ആ ഒരു എമൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട് എന്താണ്? ലൈബിലിറ്റിയാണ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓണർക്കും എന്താണ്? ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്: it assumes that the business will be continue to exist and carry on its operations for an indefinite period for future. കുറച്ചുകൂടി ഈസിയാണ് അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഏതൊരു ബിസിനസ് മാനും നാളെ നിർത്താം എന്നൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നില്ല അല്ലേ? അവർക്കറിയാം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇതൊരു ഇൻഡെഫിനിറ്റ് ഫോർ ഫ്യൂച്ചർ. ഇതിൻ്റെ ഒരു ഓപ്പറേഷൻസ് നീണ്ടു നിൽക്കുന്നത് എവിടേക്ക് വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബിസിനസ്സിലേക്ക് മെഷീനറീസൊക്കെ വാങ്ങുന്നത് അല്ലേ? നമ്മൾ ഫ്യൂച്ചറിനെ മുൻകണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വലിയ മെഷീനറീസൊക്കെ വാങ്ങുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. Money measurement concept based on the theory that a company should be recording only those transactions that can be measured or expressed in monetary terms on the financial statement. Money measurement concept. ഇവിടെ നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ, മെഷർ ചെയ്യാൻ പറ്റുന്നതോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഒരു ബിസിനസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മണി മെഷർമെൻറ്റ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? കൊടുക്കൽ വാങ്ങൽ നടന്നിരിക്കണം അല്ലേ? പൈസയുടെ ക്യാഷിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നാണ് ഈ ഒരു മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ എന്ത് വേണം? മണിയുടെ മൂവ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം, ക്യാഷ് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക എന്നതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. Accounting period concept is a fundamental principles in accounting that require business to divide their financial activities into specific time periods such as months, quarters or years.
These divisions allow for accurate measurements and reporting of financial performance and positions over these intervals. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് എന്ന് പറഞ്ഞൊരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ബിസിനസ് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താ എന്ന് നമുക്ക് അറിയണം അല്ലേ. ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ടോ, സ്ട്രാറ്റജീസ് മാറ്റേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കണമല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്താ നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർഷത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് ബിസിനസ് അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ സ്റ്റാറ്റസും കൃത്യമായിട്ട് മെഷർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്താണ്, ഒരു അക്കൗണ്ടിങ് പീരിയഡ് ഉണ്ടായിരിക്കണം. ആ ഒരു പീരിയഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടിങ് പീരിയഡ് ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ്. ഇത്രയാണ് നമ്മളെ അക്കൗണ്ടിങ് അസംപ്ഷൻസ് ഓർ കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. അക്കൗണ്ടിങ് അസംപ്ഷൻസ് ഓർ കോൺസെപ്റ്റിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കാനുള്ളത്. നമുക്ക് ഇനി അത് 3 നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ടു ഓൾ.